ഹലോ. ഹായ് ഗൈസ്. ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ക്യാമറ കൊണ്ട് വെച്ചതേ ഉള്ളൂ. അതായത് ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോകാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഒന്ന് ബാംഗ്ലൂർ പോയിട്ട് വരാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനൊരു 3 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ 3 വർഷം ഞാനവിടെ പഠിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മേടിക്കാനുണ്ട് കോളേജിൽ നിന്ന്. അപ്പം അതും മേടിച്ച് എനിക്ക് അവിടെ 2-3 ആൾക്കാരെ കാണാനുണ്ട്. അപ്പം അതും അവരെയും കണ്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് തിരിച്ച് വരാമെന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടി ബാംഗ്ലൂർ പോകണം. അപ്പോൾ ബാംഗ്ലൂർ പോകുന്നതിന് മുന്നേ എൻ്റെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ഈ മൈക്ക് സർവീസിന് എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു സർവീസിന് കൊടുത്തു. പക്ഷേ ഇപ്പം ഞാൻ ബാംഗ്ലൂർ അത്യാവശ്യപ്പെട്ട് പോകുന്നത് കൊണ്ട് ഒരു ചെറിയൊരു മൈക്ക് ഞാൻ ഇൻസ്റ്റാമാർട്ട് വഴി മേടിച്ചു. അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ക്യാമറ പിടിക്കാനുള്ള ഒരു സാധനം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഗൊറില്ല പോഡ് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാനത് ബ്ലിങ്കിറ്റ് വഴി ഒരു ഗൊറില്ല പോഡ് മേടിച്ചു. കാണിച്ചു തരാം. ആൻഡ് അതിനൊരു ചെറിയ പ്രശ്നം പറ്റി. അതായത് ഞാൻ ഇതാണ് മേടിച്ചത്. എൻ്റെ കോല കണ്ടു വന്നപ്പോൾ തന്നെ ഐ തിങ്ക് ഇറ്റ്സ് യൂസ്ഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്ലിങ്കിറ്റിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു, ബ്ലൂടൂത്ത് റിമോട്ട്. ഇത് കണ്ടോ, അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഫുള്ളി ഒരു യൂസ്ഡ് ഫീല്. അപ്പോൾ ഞാൻ ബ്ലിങ്കിറ്റിലൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കിട്ടി, എൻ്റെ മൊബൈൽ ഹോൾഡർ കിട്ടി. അത് സീൽഡാണ്, കുഴപ്പമില്ല. പക്ഷെ ബാക്കി രണ്ടും മൊത്തത്തിൽ ഒരു ഭയങ്കര വൃത്തികേടായിട്ടൊരു ഫീല് കിട്ടുന്നു. നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു, എന്താണെന്നറിയില്ല. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനി ഓരോരുത്തർക്കായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് തുണി തേക്കണം. പാക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് വ്ളോഗ് ചെയ്യുന്നത്. കഴിഞ്ഞ തറയുന്നു ഫോൺ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. അതായത് ഇത് എന്തായാലും ഇതായി ഒരുമാതിരി കുളമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതങ്ങ് അവർ റിട്ടേൺ എടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പം ഇത് 400 റുപ്പീസിന് എന്തോണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അത് റിട്ടേൺ എടുക്കാൻ പോവുക. അപ്പം ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഒരു നോർമൽ 200 റുപ്പീസിൻ്റെ സെൽഫി സ്റ്റിക്ക് മേടിച്ച് തൽക്കാലത്തേക്ക് പോകാം. അപ്പം ഈ മൈക്കിൻ്റെ ക്വാളിറ്റിയും ഞാനിപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ കേട്ട് നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. എനിക്ക് അത്യാവശ്യം നല്ലൊരു മൈക്കും നല്ലൊരു ഇതേപോലെ ഗൊറില്ല പോഡാണോ ട്രൈപോഡ് എന്തെങ്കിലും ഉണ്ടോന്ന്, പക്ഷെ അത് ഇച്ചിരി വലുതാണ്. അപ്പം ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വ്ളോഗിങ്ങിന് പറ്റിയൊരു ആക്സസറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ആൻഡ് ഇത് മൈക്ക് ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാം. ഇതും ഞാൻ എത്ര 700 റുപ്പീസിന് 650 എന്തോ മേടിച്ചതാണ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഒരു സെൽഫി സ്റ്റിക്ക് 200 റുപ്പീസിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് പോയി വരാൻ വേണ്ടി മേടിക്കാം. അപ്പം ഞാൻ എന്തൊക്കെ ആക്സസറീസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആക്സസറീസിനെ പറ്റി വേറൊരു വീഡിയോ ഇടാം. ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ്, എഡിറ്റ് ചെയ്യുന്ന ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഇപ്പോൾ തൽക്കാലം ഇപ്പം നിങ്ങളുടെ സജഷൻസ്, ഇപ്പം പല വ്ളോഗേഴ്സും അല്ലെങ്കിൽ ടെക് വൈസ് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ് ഹെൽപ്പ് മീ. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം മേടിച്ചത്. ഇത് കൊള്ളാം, ഇതാണ് സാധനം. ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്. ഇത് ട്രൈപോഡ് പോലെയും വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയും വെക്കാം, ഇതിനകത്ത് തന്നെ ഫോൺ വെക്കാം. പിന്നെ ഇതിന് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് റിമോട്ട് ഉണ്ട്. എന്താണ് പരിപാടി എന്ന് എനിക്കറിയില്ല, നോക്കണം. ചാർജർ, ബാറ്ററി മറ്റേ ബാറ്ററി ആണെന്ന് തോന്നുന്നു, മാഗ്നറ്റിക് ബാറ്ററി. അതെ ട്രൈപോഡ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്കിനി കുറച്ച് നാൾ ഷൂട്ട് ചെയ്യാം. ഈ ഒരു കമ്പനിയുടെ ഡബ് സ്റ്റെപ്പ് എന്നുള്ള കമ്പനിയുടെയാണ് ടോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ ഹോളി ലാൻഡിൻ്റെ LM Mark II ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് EMIക്ക് പരിപാടി ഉണ്ട്. അപ്പോൾ അത് നല്ലതാണോ എന്ന് പ്ലീസ് കമൻറ്റ്. അങ്ങനെയാണെങ്കിൽ മൈക്ക് ഞാനത് മേടിക്കും. പിന്നെ ഇതിൻ്റെ ബോക്സിനകത്ത് ചെറിയ കവറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കവറിനകത്ത് ഇട്ട് നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. ഇത് നൈസായിട്ടുണ്ട് Gtech. ആൻഡ് ഇത് ഇതിലൊന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാം. യെസ്, അങ്ങനെ ഞാൻ സെൽഫി സ്റ്റിക്കിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ചെറിയൊരു ഗിംബൽ കണക്കാണ്, നല്ല ചെറിയൊരു മൂമെൻ്റ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടും. രസമുണ്ട്, കുറച്ചുകൂടി ഈസിയായി പരിപാടി, കൊള്ളാം. യെസ്, ഫൈനലി ബാംഗ്ലൂർ പോവാണ്. ഇന്ന് രാവിലെ നിങ്ങളെ കാണിച്ചതുപോലെ പോലെ തന്നെ മൈക്ക്, ട്രൈപോഡ് സെറ്റ് എല്ലാം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് വൈഡായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബസ്സിലാണ്. ഇന്നിപ്പോൾ രാത്രി 8 മണിക്കുള്ള ബസ്സിൽ കൊച്ചി വൈറ്റേന്ന് കയറി നാളെ രാവിലെ മടിവാല എത്തും. എന്നിട്ട് ബാക്കി അവിടെ നമുക്ക് പരിപാടികൾ കുറച്ച് ചെയ്യാനുണ്ട്. ബസ്സിൽ ഇപ്പോൾ നമുക്ക് ഉള്ള ഒരു ഇത് കിട്ടും, ബ്ലാങ്കറ്റ് കിട്ടും,
ഒരു കുപ്പി വെള്ളമുണ്ട്. പിന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഒക്കെ ഉണ്ട്. ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഫോൺ വെക്കാനുള്ള ഒരു പില്ലോ ഉണ്ട്. പിന്നെ എനിക്ക് ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ലീപ്പർ ബസ്സിൽ സ്ഥിരമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാല് എനിക്ക് നീട്ടി വെക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ 6'2" ഉണ്ട്. അപ്പം ഇതെനിക്ക് തോന്നുന്ന ആകെ 6 feet ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും കാല് മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിടക്കുന്ന. അപ്പം ഈ ബസ്സിൽ മിക്ക ഈ പോഡ് റൂംസിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് കാല് തട്ടും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഈ വന്ദേ ഭാരതിൽ പുതിയ കുറച്ച് റാക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്രാവശ്യം ട്രിവാൻഡ്രം ടു കൊച്ചി വന്നത് അതിലാണ്. ഇതിന് മുമ്പ് എനിക്ക് ആക്ച്വലി നോർമൽ CC-യിലാണ് വരുന്നത്, സാധാ കോച്ചിലാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കോച്ചിൽ ലെഗ് സ്പേസ് ഇല്ല. ഞാനും അച്ഛനും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രണ്ടുപേരും 6 feet മുകളിലുണ്ട്. അപ്പം കാല് തട്ടിയാണ് ഇരുന്നത്. അപ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ പക്ഷെ അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഫുഡായിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ നെക്സ്റ്റ് വന്ദേ ഭാരത് പോകുമ്പോഴത്തേക്കും വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഈ ഒരു സ്പേസ് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ പോവാണ്. അതൊക്കെ തന്നെയാണ് സംഭവം. ഇനി അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഹലോ ഗായ്സ്, നമ്മൾ ഒഫീഷ്യലി ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഇനി രാവിലെ ഇവിടെ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ കഴിക്കാൻ പോകണം. നമ്മൾ എന്തെങ്കിലും ദോശ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് പോവാണ്. നമ്മളിപ്പോൾ മടിവാല കോറമംഗലം സൈഡിലാണ് നിൽക്കുന്നത്. ഇനി ബാംഗ്ലൂർ വെച്ചുതരാം. ബാംഗ്ലൂർ ട്രാഫിക്കാണ് ഇപ്പോൾ പൊതുകുഴപ്പമില്ല. സിഗ്നൽ ട്രാഫിക്. ഞാനിപ്പോ താവരക്കര വഴി BCM മടിവാലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പഴയ ഫ്ലാറ്റൊക്കെ ഈ സൈഡിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് എൻ്റെ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടി എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ സ്ഥിരം ഒരു ഹാങ് ഔട്ട് പ്ലേസ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇറങ്ങി നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരു 3 വർഷം ഇവിടെ ഉണ്ടായി. നമുക്ക് ഇഷ്ടംപോലെ മെമ്മറീസ് ഉണ്ട് ഈ ഒരു ഭാഗങ്ങൾക്കൊക്കെ. അപ്പോൾ അടിപൊളിയാണ്. നമ്മളങ്ങനെ ഇത് മൈസൂർ മസാല ദോശ, ഇത് കേസരി ബാത്ത് ആൻഡ് ഒരു കോഫി. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ഹെവി ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതി വന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ കഴിച്ചതാണ്. ബാംഗ്ലൂരിൽ ഞാൻ ഇപ്പം കഴിച്ചിട്ട് എൻ്റെ റിയാക്ഷൻ നോക്കാം. കേസരി ഞാൻ കുറച്ച് കഴിച്ചായിരുന്നു, അത് നൈസായിട്ടുണ്ട്. അകത്ത് ഈ മൈസൂർ മസാല ദോശ എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വയ്ക്കാം. പണ്ട് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു, ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ടത്തെ അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും കൊള്ളാം, നല്ലതാണ്. ഇപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. ഈ കേസരി ബീട്രൂട്ട് കേസരിയാണോ അതോ പൊളി ടേസ്റ്റ്. ഇതിൽ ഏറ്റവും കഴിച്ചാലും ഹൈലൈറ്റ് ചെയ്യുന്നത് ബീട്രൂട്ട് കേസരി. ശരി, അപ്പം ആരെങ്കിലും ഈ താവരക്കര വഴി പോകുന്നുണ്ടെങ്കിൽ കൈലാസത്തിൽ വന്ന് ബീട്രൂട്ട് കേസരി കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൈസൂർ മസാല ദോശ പണ്ട് ഞാൻ കഴിച്ചത് ആക്ച്വലി നല്ലായിരുന്നു, ഇപ്പം ആവറേജ് എന്നേ ഉള്ളൂ. പക്ഷെ ബീട്രൂട്ട് കേസരി അത്ര മധുരവും ഇല്ല, പക്ഷെ അത്ര ഇതുമില്ല. അപ്പം കഴിക്കാം, അടിപൊളി ടേസ്റ്റ്. ഇപ്പൊ ഇവിടെ നമ്മൾ കഴിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്, മൈക്ക് ചമ്മന്തിക്കകത്ത് കിടക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതിന്റെ ഓഡിയോ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കുറെ കോതി കളഞ്ഞു. മൈക്കാണെങ്കിൽ ദോശയുടെ കൂടെ ചമ്മന്തിക്കകത്ത് വീണത് അവരോട് ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചമ്മന്തിക്കകത്ത് ഈ മൈക്ക് കിടക്കുന്നു. ഇന്നലെ മേടിച്ചുള്ളൂ മൈക്ക്, പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ. ഞാൻ ഇവിടെ വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ഓഡിയോ കുറഞ്ഞ പോലെ ഫീൽ. അതാണ് ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നത്. ഇതിന്റെ ഏത് സൈഡിലാണ് ഈ മൈക്രോഫോൺ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഹോളി ലാൻഡ് നോക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അത് മിക്കവാറും അടുത്ത മാസം ആവും. ആൻഡ് ഇപ്പൊ ഇവിടെ നിന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നോക്കുന്നില്ല, ഞാൻ അവരെ നോക്കുന്നില്ല. അപ്പൊ ഞാനിനി ഇന്നത്തെ പരിപാടി ഇനിയിപ്പോ നേരെ തിരിച്ചു പോയിട്ട് ഒരു കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. ഇന്നലെ രാത്രി ബസ് ഭയങ്കര ചാട്ടവും കുലുക്കവും ഒക്കെ ആയിരുന്നു, അപ്പോൾ ഉറങ്ങാനേ പറ്റിയില്ല. അപ്പം ഇന്ന് പോയിട്ടൊന്ന് റൂമിൽ പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം. കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷം എനിക്കൊരാളെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ പുള്ളിയെ കണ്ടിട്ട് നേരെ നമ്മൾ കോളേജിന്റെ അങ്ങോട്ട് പോകണം. കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് മേടിക്കണം. സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഞാനിവിടെ ബാംഗ്ലൂർ വരാനുണ്ടായ മെയിൻ ഒരു കാരണമുണ്ട്.
അതായത് ഇവിടുത്തെ ഒരു ബിരിയാണി കഴിക്കണം. എനിക്ക് മേഘ്ന ബിരിയാണി കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് അതിനാണ് ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ വരാൻ തന്നെ ഒരു പ്ലാൻ ഉള്ളത്. അങ്ങനെ മേഘ്ന ബിരിയാണി കഴിക്കാൻ പോകണം. മേഘ്ന ബിരിയാണി കഴിച്ച് DBC, അതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. ഗൈസ്, അപ്പോൾ എനിക്ക് വീണ്ടും അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അതായത് ഞാനിവിടെ റൂമിൽ വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ട്രൈപോഡ് ഇന്നലെ മേടിച്ച ട്രൈപോഡ് ഓട്ടോയ്ക്കകത്ത് വെച്ച് മറന്നു. അങ്ങനെ ഞാനിപ്പോൾ ഓട്ടോക്കാരനെ വിളിച്ചു പറഞ്ഞപ്പോൾ പാവം പുള്ളിക്കാരൻ, ഞാൻ പിന്നെ എനിക്ക് അറിയാവുന്ന തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ സംസാരിച്ച് പുള്ളിക്ക് ഏറെ കാര്യം മനസ്സിലാവും. പുള്ളിയുടെ വീട് ഇവിടെ തവരക്കരയാണ്. വൈകുന്നേരം 6 മണിക്ക് വരും. അപ്പോൾ എന്നെ വിളിച്ചാൽ മതി, കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഓട്ടോക്കാരനെ വിളിച്ച് സേവ് ചെയ്തു. അതാണ് അവസ്ഥ. ഇനി വീണ്ടും ഞാൻ കൈവച്ചതിനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. മൈക്കിൽ ചമ്മന്തി വീണു, ട്രൈപോഡ് ഏതോ ഓട്ടോക്കാരനിൽ വെച്ച് മറന്നു. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഈ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും ഈ വ്ളോഗിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ബാംഗ്ലൂരിൽ പോയി ഒരു പണിയില്ലാണ്ട് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഈ വ്ളോഗിനെ പറ്റി ചിന്തിച്ചത്. അപ്പൊ ആക്ച്വലി ഞാൻ ഇവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് വ്ളോഗിനെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഡെയിലി എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വരുമായിരുന്നു. ഞങ്ങള് ഒരു 3-4 പേര് ഫ്രണ്ട്സായിട്ട് ഫ്ലാറ്റ് എടുത്ത് ഇവിടെ താമസമുണ്ട്, ഏകദേശം 1.5 വർഷം. അപ്പൊ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി സംഭവം നമ്മുടെ ഫ്ലാറ്റിൽ നടക്കും. അപ്പൊ അത് മൊത്തത്തിൽ എഴുതിയെടുത്താൽ തന്നെ അടുത്തൊരു ആവേശം 2 എടുക്കാം. അത്രയും കഥകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ അവരൊക്കെ ഇപ്പൊ പല സ്ഥലത്തായിട്ട് നിൽക്കുന്നു. ഒരാൾ ദുബായ്, ഒരാൾ UK, ഒരാള് അവിടെ, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ നിൽക്കുന്നത്. അപ്പൊ നമ്മള് മലയാളീസ് ആയിരുന്നു എല്ലാവരും. അപ്പൊ ആ സമയത്ത് ഇവിടെ നമ്മൾ നടക്കുന്ന ഓരോ ഇൻസിഡൻസും വ്ളോഗ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര കിടിലം കുറെ കോമഡി കഥകളൊക്കെ. അപ്പൊ ഭയങ്കര രസമായിരുന്നു. യെസ്, മേഘ്ന ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ വന്ന ദിസ് ഇസ് എ മസ്റ്റ് ട്രൈ ഐറ്റം. ഇതിന്റെ 3 വർഷമായിട്ട് ഞാനിവിടെ എപ്പോൾ വന്ന് കഴിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ടേസ്റ്റിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ബാംഗ്ലൂരിൽ വന്നാൽ ഞാൻ മെയിൻലി വരുന്നതേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും വാങ്ങിക്കരുത്. മേഘ്ന സ്പെഷ്യൽ ബോൺലെസ് ബിരിയാണി ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. ഞാൻ അത്യാവശ്യം 2 പേർ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾ ഒരാളായിട്ട് വരികയാണെങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കിരുന്ന് പതുക്കെ കഴിച്ചാലും മതി. ഓക്കെ, വന്നു മേഘന വന്നു. സെയിം ടേസ്റ്റ് ആണ്, മാറിയിട്ടില്ല. ഇത് ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ, ഒന്നും പറയാല്ല. ഇത് സാലഡ് കൂട്ടി കഴിക്കണം, ഗ്രേവി ഒഴിക്കരുത്. ഗ്രേവി ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഫ്ലേവറാവും. സാലഡ് ഒഴിക്കാം. നല്ല ഒണിയൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ പുറത്ത് ഓണിയൻസ് ഇഷ്ടമല്ല, അകത്ത് ചെറിയ പീസ് ഇഷ്ടം. പുറത്ത് ഓണിയൻസ് കഴിക്കും. എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ കുഴയ്ക്കുക. ചെറിയൊരു ചിക്കൻ എടുക്കുക, അവിടെ മസാലയും വരും, അതിൻ്റെ അകത്ത് വെക്കുക. ഇങ്ങനെ എടുക്കുക. യെസ്, അങ്ങനെ മേഘന ബിരിയാണിയും കഴിച്ചിട്ട് റോഡിന്റെ അരികത്തോടെ നടക്കുകയാണ്. വാട്ട് എ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളിത് പറയുമ്പോൾ ഞാൻ ഇച്ചിരി എക്സാജറേറ്റഡ് ആണെന്ന് വിചാരിക്കുമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മേഘന പൊളിച്ചു. അപ്പോൾ കോറമംഗല സ്ട്രീറ്റ്സിലൂടെ നെക്സ്റ്റ് നമുക്ക് ഞാൻ ഡെത്ത് ബൈ ചോക്ലേറ്റ് കഴിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. ഡെത്ത് ബൈ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ്. പോകുന്ന വഴി വേറെ എന്തെങ്കിലും കട കണ്ടു കഴിഞ്ഞാൽ അവിടെയും കയറും. ഓക്കെ, ഡെത്ത് ബൈ ചോക്ലേറ്റ്. ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഡെത്ത് ബൈ ചോക്ലേറ്റും ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട്, കേക്ക് ഫഡ്ജ് എന്ന് പറഞ്ഞ ഐറ്റം. ഈ രണ്ടും ഒരേ ടേസ്റ്റാണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡെത്ത് ബൈ ചോക്ലേറ്റിലെ ചെറിയാണ്, ഇതിന് ചെറിയില്ല. ഇതിന് ഏകദേശം എനിക്ക് 40-80 റുപ്പീസിന്റെ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ.
80 to 100 വ്യത്യാസമുണ്ട്, പക്ഷെ സെയിം ടേസ്റ്റാണ് കഴിച്ചു. ഗൈസ്, എനിക്ക് നമ്മുടെ ഓട്ടോ ചേട്ടൻ തിരിച്ചുകൊണ്ട് തന്നു. ബാംഗ്ലൂരിൽ നല്ല ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലായില്ലേ? രാവിലെ ഞാൻ ഇതേ ഓട്ടോയിൽ മറന്നു വെച്ച് പോയി കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മൾ ഇവിടുത്തെ പുറമംഗലയിൽ നേരെ ജയനഗർ പോകണം. അപ്പം അവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഷോപ്പിംഗ് സ്ട്രീറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം എന്നുള്ള പ്ലാനാണ്. ചുമ്മാ പോകുന്നതാണ്. ഇന്നിപ്പോ വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ജയനഗറിൽ പോകാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് നമ്മൾ ഇപ്പോൾ ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. ഫുൾ കച്ചവടക്കാരാണ് ഇവിടെ ഫുള്ള്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചുമ്മാ റാൻഡംലി നല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ചുമ്മാ നടക്കായിരുന്നു. ഈ ഫുൾ മിക്കത് ലേഡീസിന്റെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ചീപ്പായിട്ട് ഡ്രസ്സ് ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ വന്നാൽ മതി. 4th ബ്ലോക്കിലാണത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി നൈസ് ഓപ്ഷൻ. ചെരുപ്പ് എല്ലാം ഉണ്ട്. ചെരുപ്പ്, ഡ്രസ്, അങ്ങനെ അടിപൊളിയാണ്. ഇതുവഴി നടന്നിങ്ങനെ കണ്ട് ഷോപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര രസമുള്ളതാണ്. എനിക്ക് ഇതുവരെ ജെൻസിനെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല, എല്ലാം ലേഡീസാണ്. യെസ്, അങ്ങനെ ഞാനിങ്ങനെ നടന്ന് നമുക്ക് ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല. ഞാനാണെങ്കിൽ ഒരു ചെരുപ്പ് കടയിൽ കയറി, ഒരു ഷൂ വേൾഡ് മാർക്ക് എന്ന് പറഞ്ഞ ചെരുപ്പ് കടയിൽ കയറി. പക്ഷെ ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ അതായത് ഫുൾ ലേഡീസാണ്. അമ്മയുടെ ഷൂസ് സൈസ് എന്തെങ്കിലും അറിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ 11 or 12 ആണ്, പക്ഷെ അവിടെ ആ സൈസും ഇല്ല. അപ്പൊ ഞാൻ അമ്മയെ വിളിച്ചിട്ട് കൺഫേം ചെയ്യാന്ന് ഓർത്തപ്പോഴത്തേക്ക് അമ്മ വേറെ ആരത്തോ സംസാരിച്ചോണ്ടിരിക്കുന്നു, ഫുൾ ബിസി. അപ്പോൾ ഇപ്പൊ ഞാൻ ഒന്നും മേടിക്കാതെ ചുമ്മാ ജയനഗറിന്റെ വരാന്തയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹലോ, അങ്ങനെ ചിക്പേട്ട് മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ചിക്പേട്ട് വരാൻ വിളിച്ചു. ഇതാണ് ചിക്പേട്ട്. ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ ഇതിൻ്റെ വലിയ വേർഷൻ. ഇതാണ് ചിക്പേട്ട്. ഇവിടെ ഒരിക്കലും ഫുള്ള് കടകളാണ്. കടല്ല, എന്താ മൊത്തം തിരക്കും ആൾക്കാരും. നമ്മൾ തപ്പിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് മടുത്തു. പക്ഷേ ഇത് ഷോപ്പിങ്ങിനായിട്ട് വരുന്നവർക്ക് വരാൻ നല്ലതാണ്. അത്യാവശ്യം ബാർഗെയിൻ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു വന്ന് തന്നെ ടാസ്ക്കാണ്. ഞാൻ പറയുന്നതൊക്കെ ഓഡിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. അയ്യോ, ചേട്ടാ സ്റ്റോക്കിലിട്ടൊക്കെ പോകുന്നത്. ആൾക്കാർ കുട്ക ചവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആൾക്കാർ വേറെ പല പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ആൾക്കാരെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അതായത് ഇന്ന കച്ചവടക്കാര് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോവാണെങ്കിൽ മരുന്നുണ്ട്, ഷർട്ട് കയറ്റിവിട് എന്നൊക്കെ പറയുന്ന ടൈപ്പ് കച്ചവടക്കാരാണ്. ഞാനിവിടുത്തെ വെൻഡർമാരായിരിക്കും, നല്ല വെൻഡർമാരെ കൊണ്ടോ എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ കാണണമെന്നാണ്. ഭയങ്കര അടിപൊളിയാട്ടോ. ഇവിടെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റാണ് ഈ ചിക്പേട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര രസം. നമ്മൾ ആക്ച്വലി നമുക്ക് നല്ല പേഷ്യൻസ് വേണം ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് തപ്പിയെടുത്താൽ നല്ല ഐറ്റംസ് കിട്ടും. ഇതൊക്കെ ഇവിടുത്തെ മറ്റേ ഈ റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ റോഡ് സൈഡിൽ വന്നിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് പോകും ആൾക്കാർ. ലെഹങ്ക, സാരി, ചുരിദാർ എന്നൊക്കെ പറഞ്ഞ ഓരോ ഫീമെയിൽ കസ്റ്റമേഴ്സിനെ അവർ കാണുമ്പോഴത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ട് വന്ന് വിളിച്ച് അവർക്ക് അകത്ത ഷോപ്പിൽ കൊണ്ടുപോയി അവർ കാണിച്ചു തരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ് രീതി എന്ന് പറയുന്നത് തോന്നുന്നു. നമുക്ക് മെയിൻലി ഞാൻ പറഞ്ഞ പോലെ തന്നെ പേഷ്യൻസ് വേണം. പേഷ്യൻസ് ഉണ്ടായി നമുക്ക് നിന്ന് നോക്കി തപ്പിയെടുത്ത് ബാർഗെയിൻ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുമെങ്കിൽ ദിസ് ഇസ് എ വെരി നൈസ് മാർക്കറ്റ് ഫോർ യു ഗൈസ്. പിന്നെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് വന്ന് വാങ്ങിച്ച് സംസാരിച്ച് ഓരോരുത്തരെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് വിളിച്ചോണ്ട് പോകുന്നത് ഓരോരുത്തരെ. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഹോൾസെയിലായിട്ട് മേടിക്കണമെങ്കിൽ മാത്രം വന്നാൽ മതി. 250 ഫോർ 4 പീസിന് 250, 5 പീസിന് 200, ആ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ പതുക്കെ നോക്കണം.
ചിക്പേട്ടയിൽ നിന്ന് ഞാൻ എന്താ ഇറങ്ങി. അവിടെ ഒരു മംഗോളിയ ബേക്കറി ഉണ്ട്. അപ്പോൾ മംഗോളിയ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കാൻ മതി. ഞാൻ കുറേ റീല് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊന്നും മേടിച്ചില്ല വലുതായിട്ട്, ചുമ്മാ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഇതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം, ഫുള്ള് വേസ്റ്റാണ്. മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ? ഞാനിപ്പോൾ മംഗോളിയ ബേക്കറിയിലാണ്. കേക്ക് ഒറ്റയ്ക്ക് സാധനം എങ്ങനെയുണ്ടോ നോക്കട്ടെ. നൈസ്. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ഇതൊന്ന് 480 ആണെന്ന് തോന്നുന്നു ഇതിന് മേടിച്ചത്, വെള്ളത്തിനും കൂടി. മെട്രോയിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ടാ വന്നത് സാധനങ്ങൾ. ഞാൻ ഇന്ദിരാനഗറിൽ നിന്ന് ഇറങ്ങി, മംഗോളിയ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി. ഓവർ ഹൈപ്ഡ് ആണ് മംഗോളിയ ബേക്കറി. ട്രസ്റ്റ്ലെസ്സസ് ക്ലാസിക് ട്രസ്റ്റ്ലെസ്സസ്. ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റെഫി സണ്ണി എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ ഇല്ല, പുള്ളിക്കാരി ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നുണ്ടായിരുന്നെ, ഒരു ബേൽപൂരി അല്ല പാനിപ്പൂരി കഴിക്കുന്ന. അപ്പോൾ ഞാൻ എൻ്റെ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഒരു 500 മീറ്റേഴ്സ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി അതും കഴിക്കാം എന്ന്. ഇന്ദിരാനഗറിൻ്റെ ഇതൊക്കെ ഒത്തിരി നല്ല അടിപൊളി സ്ട്രീറ്റ്സ് കാണാനൊക്കെ രസമുണ്ട്. ഫുൾ ഒരു OG ബാംഗ്ലൂർ ഫീൽ. ഈ പണ്ടത്തെ സ്ട്രീറ്റ്സ് ഒക്കെ ആക്ച്വലി മഞ്ഞയായിരുന്നു. ഇപ്പോൾ അവരതെല്ലാം മാറ്റി ഒരു വൈറ്റ്, എല്ലായിടത്തും ഉള്ളതുപോലെ വൈറ്റ് ആക്കി. ഇപ്പോൾ ഇച്ചിരി വൃത്തിയോടെ കാണാൻ. പക്ഷെ എന്നാലും ബാംഗ്ലൂരിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ ഇന്ദിരാനഗർ അല്ലെങ്കിൽ കോർമംഗലയിലെ മറ്റേ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ സൈഡിലൂടെ ഒക്കെ നടക്കണം, അല്ലെങ്കിൽ ചർച്ച് സ്ട്രീറ്റ് വരണം, പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ചിക്പേട്ട കണക്കാം. ഇങ്ങനത്തെ ഒരു ബാംഗ്ലൂർ ഫീൽ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നാലേ കാര്യമുള്ളൂ. ഇനി അവിടെ പോയി അതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ഫുഡ് ഹണ്ടിങ് ആണ് ആക്ച്വലി ബാംഗ്ലൂർ വന്നിട്ട്. ഞാനൊരു 2 കഴിച്ചായിരുന്നു, വീഡിയോ എടുത്തിട്ട്. ഇവിടെ ഫുൾ ആൾക്കാരിരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. വേറെ എന്തോ ഒരു സോസ്. എന്നിലൊരു 8 ഓഫ് 10 നോക്കാം. ഇവിടെ ഫുള്ള് ആൾക്കാരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല. 10 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. നൈസാണ്. തേർഡ് ഡേ ഇൻ ബാംഗ്ലൂർ. ഞാനിപ്പോൾ ഞാൻ താമസിക്കുന്ന PG ഉണ്ട്, അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. അപ്പം ഇന്നലെ ഞങ്ങൾ ചിക്പേട്ടാണെന്ന് തോന്നുന്നു ലാസ്റ്റ്, അല്ല മറ്റേ മംഗോളിയ ബേക്കറി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സമൂസ ചാട്ട് കഴിച്ചു. മംഗോളിയ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി സമൂസ ചാട്ട് കഴിച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് പിന്നെ ഭയങ്കര ടയേർഡായി. ഞാൻ നേരെ ഇവിടെ PGയിൽ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ വീണ്ടും രാവിലെ എഴുന്നേറ്റു. മണി 10 മണിയായി. അഗൈൻ രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ പിന്നെ നൈറ്റ് വേറെ കറങ്ങാനൊന്നും പോയില്ല, ഭയങ്കര ടയർഡായിട്ട് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്ന് ഞാൻ നേരെ പോയി രാമേശ്വരം കഫേ പോകാന്ന് വിചാരിച്ചു. 3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാമേശ്വരം കഫേ പോകണം എന്ന്. മറ്റേ പുതിയ രാമേശ്വരം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കഫേയിൽ അവിടെ പോയി എന്താണ് അവിടുത്തെ സംഭവം എന്നൊക്കെ അറിയണം. അപ്പം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കോർമംഗലയാണ്. അപ്പം ഇവിടെ നിന്ന് ഇപ്പൊ സിൽക്ക് ബോർഡിൽ നിന്ന് അങ്ങോട്ടുള്ള മറ്റേ ഓൾഡ് ബാംഗ്ലൂരിലോട്ടൊക്കെ പോകുന്ന മെട്രോ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സാറ് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നേരെ ഊബർ എടുത്ത് ഫസ്റ്റ് എനിക്ക് റിസ്ക് എടുക്കാൻ പോയി. അപ്പൊ നേരെ ഊബറിൽ തന്നെ രാമേശ്വരം കഫേ പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഞാൻ മെട്രോയിൽ വരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ ലൈൻ ഓപ്പൺ ആയോ ഇല്ലേ, എങ്ങനെ വേണം, ഏത് സ്റ്റോപ്പിൽ നിന്ന് കയറണം രാമേശ്വരം കഫേ എത്താൻ പറഞ്ഞിട്ടൊക്കെ. അപ്പോ എന്താണ് അവിടെ എത്ര ഹൈപ്പ് എന്ന് എനിക്ക് അറിയാവുന്നുണ്ട്. പിന്നെ
ഈ ടീഷർട്ട് ഉണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് ഞാൻ ഇന്നലെ ചിക്പെട്ടിന്ന് മേടിച്ചാണ്. 250 രൂപയ്ക്ക്, 250 ഇല്ല, 3 എനിക്ക് 700 രൂപയ്ക്ക് കിട്ടി. അപ്പോ ഈ ടീഷർട്ട് ഇന്നലെ അവിടെ നിന്ന് മേടിച്ചാണ്. ബാക്കി തന്നെ ഇവിടെ നിന്ന് നേരെ ഊബർ എടുത്ത് രാമേശ്വരം കഫേലോട്ട് പോകണം. ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഇപ്പൊ ഇച്ചിരി ചൂടുണ്ട്. പിന്നെ ആ ഒരു നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അറിയാലോ ഒരു വെതർ എങ്ങനെയാണെന്നുള്ളത്. ഇതെന്തോന്ന് സ്ഥലം, ഇത് ഓഡിറ്റോറിയം, എന്തോ പരിപാടി നോക്കാം. അവിടെ അമ്പലം, ഇതിനകത്തൊരു അമ്പലമുണ്ട്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ക്യൂ ആണല്ലോ. ഞാൻ ഓർഡർ ചെയ്തു, റേറ്റ് എല്ലാം ഏകദേശം പറയുന്നുണ്ട്. ഇനി ഇവിടെ വന്ന് നമ്മള് സാധനം കൊടുത്താൽ ക്യൂ നിന്ന് സാധനം മേടിക്കണം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിപാടി. ഇതിന് കോഫി വേറെ സ്പോട്ട്. ഞാനിത് ആക്ച്വലി ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഇവിടെ ഒരു അമ്പലം, ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. സ്ഥലം ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പോലത്തെ സെറ്റപ്പ്, ഓപ്പൺ ഓഡിറ്റോറിയം പോലത്തെ സെറ്റപ്പ് ആയത്. ഇരുന്ന ടേബിൾ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അറ്റ് എ ടൈം എനിക്ക് തോന്നുന്നു മിനിമം ഒരു 200 to 300 ആൾക്കാർ ഇവിടെ ഉണ്ട്. അറ്റ് എ ടൈം 200-300 പേര് എന്തായാലും ഇവിടെ ഉണ്ട്. എനിക്കറിയാം ഇവിടെ ക്യൂ നിൽക്കട്ടെ, എന്നാലും ദോശയെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഞാനപ്പം ദോശ മേടിച്ചിട്ട് ഇനി ബാക്കി വരാം. ഓരോ ഇതിന്റെ ഒക്കെ സംഭവം സെറ്റ് വെച്ചിട്ടുണ്ടോ, രസമുണ്ടോ? ഞാനാണെങ്കിൽ നാട്ടിലൊക്കെ ഇപ്പം സെൽഫ് സർവീസ്, അല്ലാത്ത സർവീസ്, പാർസൽ ഡെലിവറി, അങ്ങനെയൊക്കെയാണ് ഓരോ കൗണ്ടർ ഉണ്ടുള്ളത്. പക്ഷെ ഇവിടെ ഓരോ ഡിഷിനും ഓരോ കൗണ്ടറാണ്. അതുകൊണ്ടാണ് കാണിച്ചു തരാം. റവ ദോശ, ഈ മസാല ദോശയ്ക്ക് മൾട്ടിഗ്രെയിൻ, മൾട്ടിഗ്രെയിൻ ദോശ പറയാം, റാഗി ദോശ, ഇതൊക്കെ ഈ കൗണ്ടറിൽ. അപ്പുറത്തെ കൗണ്ടറിൽ നിന്ന് മസാല ദോശ, മറ്റേ ബെന്നെ ദോശ, ഇതിൻ്റെ ബാക്കിൽ പൂരി, പൊറോട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പുറത്ത് ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ വേറെ എന്തൊക്കെയോ കൗണ്ടർ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ടോക്കൺ നമ്പർ 1445 ആണ്. ഈ 1445 ഇവിടെയാണ് കിട്ടുന്നത്. നോക്കാം. ഇനി കോഫി കിട്ടാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. ഞാൻ ആക്ച്വലി മൂന്ന് സ്ഥലത്ത് നിന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ, എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും പോയി തപ്പി നോക്കാം. അങ്ങനെ ഫൈനലി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് പാൽ ബൺ വിത്ത് ബദാം മിൽക്കും ഫിൽറ്റർ കോഫി ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടി. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. എന്റെ 2 ഐറ്റം അവിടെ റെഡിയായി. ഇനി കോഫി മേടിക്കണം, കോഫിയും ദോശയും മേടിക്കണം. ദോശയ്ക്കുള്ള സ്ലിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ എന്തായെന്ന് അറിയില്ല. പിന്നെ ഈ കോഫിയും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. കോഫി ഇപ്പോൾ രാമേശ്വരം കഫേ വന്നാൽ എനിക്ക് തരാനുള്ളൊരു ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കരുത്. ഞാൻ എന്താ ഒരു കേസരി മേടിച്ചു, മറ്റേ ബണ്ണ് മേടിച്ചു, കോഫി മേടിച്ചു, ഒരു ദോശ മേടിച്ചു. ഇതെല്ലാം മേടിച്ചിട്ട് ഞാനിത് എങ്ങനെ കഴിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ
ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ നിൽക്കുന്നത്. പലതും പല കൗണ്ടറിലാണ് പല സാധനങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് മേടിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഓടി തളരും. ഇവിടെ കൊണ്ട് വെച്ച് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പരിചയപ്പെട്ട ഒരാളത്ത് നിന്ന് പിടിച്ച് നിർത്താമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ബാക്കി സാധനം മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഇത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ വരാം. ഇതൊക്കെയാണ് സാധനം. സാധനങ്ങളൊന്നും പക്ഷേ വലിയ ലാഗില്ലാണ്ട് കിട്ടി. പക്ഷെ കഴിക്കണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ആ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തളരും. ഞാൻ അപ്പോൾ കഴിച്ചിട്ട് വരാം. സമയം 12:30 മണി. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരം കഫേ. ഇതേപോലെ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയ സംഭവം തന്നെയാണ്. കാരണം എല്ലാ പരിപാടിയും ഇതിനകത്ത് ഇതിനകത്തൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്. ആ മ്യൂസിക്കിൽ നമ്മളങ്ങ് അലിഞ്ഞാ പോവും. ഇത് എന്താണ് സംഭവം എനിക്ക് ഐഡിയ കിട്ടില്ല. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര തിരക്ക് ഫോർ എ വെജ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇൻ ബൊമ്മസാന്ദ്ര. അതും നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ തന്നെ കുറച്ച് ടൈമാണ്. ഞാനിപ്പോൾ കോറമംഗലിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ മിഡ് സിറ്റിയിൽ നിന്ന് വരുന്നതെങ്കിൽ ഞാനിവിടെ ഒരു 30 മിനിറ്റ്സ് എടുത്ത് എത്താൻ. പക്ഷെ മെട്രോ ഉണ്ട്. ബട്ട് ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. വന്ന് ടേസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ടേസ്റ്റ് ആണ്. എല്ലാം മോശം പറയാനില്ല. ഒരു ടേസ്റ്റ് മോശം പറയാനില്ല. പക്ഷെ ഇത് എന്തോ ഉണ്ട് ഈ സംഭവത്തിന്. എൻ്റെ അകത്ത അമ്പലം, പുറത്തമ്പലം, ഇവിടെ എന്തോ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഹായ് ഗൈസ്, അങ്ങനെ ഒഫീഷ്യലി ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് കൊണ്ട് രാമേശ്വരം കഫേ ആയിരിക്കും. അവിടെ നിന്ന് എൻ്റെ ഫോണിൻ്റെ ചാർജ് കംപ്ലീറ്റ് ചെയ്തു. ഇതിലാണെങ്കിൽ പവർ ബാങ്ക് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇപ്പോൾ ഞാൻ എന്താ തിരിച്ച് ബസ്സിൽ കയറി തിരിച്ച് എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും. രാമേശ്വരം കഫേ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബാംഗ്ലൂരിലെ യെല്ലോ ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് സിൽക്ക് ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ആർ വി രാഷ്ട്രവിദ്യാലയ നഗറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൊമ്മസാന്ദ്ര എത്താം. ബൊമ്മസാന്ദ്രയിൽ നിന്ന് ആകെ 1.5 കിലോമീറ്റർ ഉള്ളൂ രാമേശ്വരം കഫേയിലോട്ട്. അപ്പോൾ ആ മെട്രോണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ട്. അതെ, ഊബറിൽ പോകുന്നതിനേക്കാളും മെട്രോ പോകുന്നതാണ് നല്ലത്. എൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ ബൊമ്മസാന്ദ്ര മെട്രോ സ്റ്റേഷനിലോട്ട്. അപ്പോൾ യെല്ലോ ലൈൻ ഓപ്പൺ ആയതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ബാംഗ്ലൂർ ഇസ് ആക്ച്വലി ഓൾവേസ് മൈ കംഫർട്ട് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഫസ്റ്റ് ടൈം ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ബാംഗ്ലൂരിലോട്ടാണ്. ഏകദേശം ഒരു 3 വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 2022 എൻ്റെ +2 കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് പോയപ്പോൾ എനിക്കൊരു ഒറ്റയ്ക്കായ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ആ ഫീൽ എനിക്ക് എപ്പോഴും മാറ്റിത്തരുന്ന ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ വെച്ചാണ് ഞാൻ ടു ബി ഓണസ്റ്റ് എന്തൊക്കെ ലൈഫ് പഠിച്ചത്. അതായത് മണി മാനേജ്മെന്റ്, ഭയങ്കര ലക്ഷറി ആയിട്ട് ജീവിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ സിറ്റിയിലെ ഗുണം അതാണ്. ഭയങ്കര ലക്ഷറി ആയിട്ടും ജീവിക്കാം, എന്നാൽ പൈസ ഇല്ലാണ്ടും ജീവിക്കാം, ഫ്രണ്ട്സ് ആയിട്ട് ജീവിക്കാം, ഒറ്റയ്ക്കും ജീവിക്കാം. അപ്പോൾ ഒരിക്കലും നമുക്കൊരു മടുപ്പ് തോന്നാത്ത സിറ്റിയാണ് ബാംഗ്ലൂർ സിറ്റി. ആൻഡ് എപ്പോഴും എനിക്ക് ദർ ഇസ് ഓൾവേസ് എ പ്ലേസ് ഇൻ മൈ ഹാർട്ട് ഫോർ ദിസ് ബാംഗ്ലൂർ. ഇവിടുത്തെ ക്ലൈമറ്റ് ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ബാംഗ്ലൂർ ഇസ് ഓൾവേസ് എ വികാരം. അപ്പോൾ അത് എനിക്ക് കൊച്ചിയിലും കിട്ടിയിട്ടില്ല, ഞാൻ വേറെ സ്ഥലത്തും കിട്ടിയിട്ടില്ല. ഈ ബാംഗ്ലൂരിൽ അത് എപ്പോഴും കിട്ടി. കാരണം അത് എന്തോ ഒരു സ്പെഷ്യൽ, എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന കുറേ മൂമെന്റ്സ് ഞാനിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ യെസ്, എന്നെപ്പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ മലയാളികളുണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ. അപ്പോൾ അവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ബാംഗ്ലൂർ ട്രിപ്പ് സോളോ ട്രിപ്പായിരുന്നു. ഫുൾ സോളോ ആയിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്തു. വളരെ അടിപൊളിയായിരുന്നു ടോട്ടലി. അപ്പോൾ ഇപ്പം ഞാൻ ബസ്സിൽ തിരിച്ച് എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ കുറേ വീഡിയോസിൽ ഈ സാധനം പറഞ്ഞിട്ടില്ല. ഈ വീഡിയോയിൽ ഞാനത് പറയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഞാനായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി കമൻറ്റ് ചെയ്യുക. എൻ്റെ ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഞാൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യും. ഇത് ഐഫോണാണ് എടുക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.